നമസ്കാരം. ഇൻഫർമേഷൻ മീഡിയയുടെ പുതിയൊരു വീഡിയോസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. 1600 രൂപ പെൻഷൻ ലഭിക്കുന്ന ആളുകൾക്കുള്ള ഒരു അറിയിപ്പുമായിട്ടാണ് ഇന്ന് ഇൻഫർമേഷൻ മീഡിയ വന്നിരിക്കുന്നത്. അതിനു മുമ്പായി ഇൻഫർമേഷൻ മീഡിയയുടെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒരു തരത്തിലുള്ള മത രാഷ്ട്രീയ കാര്യങ്ങൾ നമ്മുടെ ചാനൽ വരുന്നതല്ല. ഗവൺമെന്റിന് ലഭിക്കേണ്ട സേവനങ്ങൾ, ആനുകൂല്യങ്ങൾ, അറിയിപ്പുകൾ എന്നിവയെക്കുറിച്ച് മാത്രമായിരിക്കും വീഡിയോസ് വരുന്നത്. ശ്രദ്ധിക്കുക, ഗവൺമെന്റ് സേവനങ്ങൾ എപ്പോൾ വേണമെങ്കിൽ മാറ്റങ്ങൾ വരാം. അതുകൊണ്ട് തന്നെ പുതിയ നിർദ്ദേശങ്ങളും അഭിപ്രായം ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി ക്ലിക്ക് ചെയ്യുക. 1600 രൂപ പെൻഷൻ വാങ്ങുന്ന ആളുകൾ ആദ്യമായി ശ്രദ്ധിക്കേണ്ട കാര്യം മസ്റ്ററിംഗ് ചെയ്യുക എന്നുള്ളതാണ്. ഇതുവരെയും സർക്കാർ കണക്കനുസരിച്ച് വെറും 75% ആളുകൾ മാത്രമാണ് മസ്റ്ററിംഗ് പൂർത്തിയാക്കിയിട്ടുള്ളത്. അതിനർത്ഥം ഇനിയും 25% ആളുകൾ, ഓരോ പഞ്ചായത്തിൽ നിന്നും 100 ആളുകൾ പെൻഷൻ വാങ്ങുന്നുണ്ടെങ്കിൽ അതിൽ 75 ആളുകൾ മാത്രമാണ് മസ്റ്ററിംഗ് പൂർത്തിയാക്കിയിട്ടുള്ളത്. മസ്റ്ററിംഗ് പൂർത്തിയാക്കാത്ത ആളുകൾ എത്രയും പെട്ടെന്ന് തന്നെ മസ്റ്ററിംഗ് പൂർത്തിയാക്കുക. മസ്റ്ററിംഗ് പൂർത്തിയാക്കിയാലും നമുക്ക് പെൻഷൻ ലഭിക്കുകയില്ല. അതിന് ഇനിയും വേറെയും പല കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതിൽ പ്രധാനമായ ഒരു കാര്യം, വിധവ പെൻഷൻ വാങ്ങുന്ന ആളുകളാണ്. അവർ പുനർവിവാഹിതല്ല എന്നുള്ള സർട്ടിഫിക്കറ്റ് എല്ലാ വർഷവും പഞ്ചായത്തിൽ അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റിയിൽ ഏൽപ്പിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ അത് 60 വയസ്സായ ആളുകൾ ചെയ്യേണ്ടതില്ല. 60 വയസ്സാത്ത ആളുകൾ മാത്രമാണ് വിധവ പെൻഷൻ വാങ്ങുന്ന ആളുകൾ പുനർവിവാഹിതല്ല എന്നുള്ള സർട്ടിഫിക്കറ്റ് പഞ്ചായത്തിൽ ഏൽപ്പിക്കേണ്ടത്. അതുപോലെ തന്നെയാണ് എല്ലാ വർഷവും വരുമാന സർട്ടിഫിക്കറ്റ് അവർ നൽകുക എന്നുള്ളത്. അത് പെൻഷൻ വാങ്ങുന്ന എല്ലാ ആളുകളും വരുമാന സർട്ടിഫിക്കറ്റ് നൽകണം. അതുപോലെ തന്നെ പല ആളുകളുടെയും പെൻഷൻ പല കാരണങ്ങൾ കൊണ്ട് തടഞ്ഞു വെച്ചിട്ടുണ്ട്. അത് എന്ത് കാരണങ്ങൾ കൊണ്ടാണ് തടഞ്ഞതെന്ന് അന്വേഷിച്ചതിന് ശേഷം അതിനുള്ള കാര്യങ്ങൾ ചെയ്താൽ മാത്രമായിരിക്കും തുടർന്നും അവർക്ക് പെൻഷൻ ലഭിക്കുക. ഏതായാലും ഇപ്പോൾ 5 മാസത്തെ പെൻഷനാണ് ഇപ്പോൾ കുടിശ്ശികയുള്ളത്. അതിലൊരു മാസത്തെ പെൻഷൻ ഈ മാസം തന്നെ ലഭിക്കുമെന്നാണ് അറിയാൻ സാധിച്ചത്. മസ്റ്ററിംഗ് ചെയ്ത ആളുകൾക്ക് മാത്രമായിരിക്കും ഇനി പെൻഷൻ ലഭിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ മസ്റ്ററിംഗ് ചെയ്യാത്ത ആളുകൾ എത്രയും പെട്ടെന്ന് തന്നെ തൊട്ടടുത്തുള്ള അക്ഷയ കേന്ദ്രങ്ങൾ വഴി മസ്റ്ററിംഗ് പൂർത്തിയാക്കുക. പല ആളുകൾക്കുള്ള സംശയമാണ്, സ്വന്തം പഞ്ചായത്തിലുള്ള മസ്റ്ററിംഗ് കേന്ദ്രങ്ങൾ മാത്രമായിരിക്കും മസ്റ്ററിംഗ് ചെയ്യാൻ സാധിക്കുക എന്നുള്ളത്. അതല്ല, കേരളത്തിലുള്ള ഏത് അക്ഷയയിൽ ചെന്ന് നമുക്ക് മസ്റ്ററിംഗ് ചെയ്യാൻ സാധിക്കും. 30 രൂപയാണ് അതിന് സർക്കാർ നിശ്ചയിച്ച ഫീസ്. മസ്റ്ററിംഗ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ആധാർ കാർഡ്, അതുപോലെ തന്നെ പെൻഷൻ ID, ഇവ രണ്ടും നമ്മുടെ കയ്യിലുണ്ടായിരിക്കണം. പെൻഷൻ ID ഇല്ലാത്ത ആളുകൾക്ക് എങ്ങനെയാണ് പെൻഷൻ ID എന്നുള്ളത് നമ്മൾ എടുക്കുക എന്നുള്ളത് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു. അല്ലാത്ത ആളുകൾ അക്ഷയയിൽ നമ്മുടെ ആധാർ കാർഡ് പോയി ചെന്നാൽ അവർ മസ്റ്ററിംഗ് ID നമുക്ക് തരും. പെൻഷൻ ID നിർബന്ധമായിട്ടും വേണം. അതുപോലെ തന്നെ മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, 2 പെൻഷൻ വാങ്ങുന്ന ആളുകളുണ്ട്. പല ആളുകളും ചില ക്ഷേമനിധി ബോർഡിൽ നിന്നും അതുപോലെ തന്നെ സർക്കാരിൽ നിന്ന് ലഭിക്കുന്ന പെൻഷനുണ്ട്. അങ്ങനെയുള്ള ആളുകളുടെ അവർ 2 പെൻഷൻ ID ഉണ്ടാകും. ഈ 2 പെൻഷൻ ID 2 പ്രാവശ്യം അവർ മസ്റ്ററിംഗ് ചെയ്യണം. എങ്കിൽ മാത്രമായിരിക്കും തുടർന്ന് അവർക്ക് പെൻഷൻ ലഭിക്കുക. പെൻഷൻ കറക്റ്റായി ലഭിക്കാൻ അതുപോലെ തന്നെ നമ്മൾ പെൻഷൻ സേവന സൈറ്റിൽ കയറി ഇനി എന്തെങ്കിലും ചെയ്യേണ്ടതുണ്ടെന്നുള്ളതും കൂടി അക്ഷയയിൽ നിന്നും നമ്മൾ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യുക. എങ്കിൽ മാത്രമായിരിക്കും തുടർന്ന് പെൻഷൻ ലഭിക്കുക. ഇനി ഒരു പുതിയ വീഡിയോസ് കാണാം. അതുവരെയും നന്ദി, നമസ്കാരം.